Hello dear children, welcome to the online class of Vidyasagar. In the last session we started a story by Asha Purna Devi titled Matchbox. There we found that the heroine of the story, Nomita, was trying to collect the dirty clothes of her husband Ajit to hand over to the washerman, and during that time she found a twisted, crumpled envelope from the pocket of Ajit and found that the letter was opened and read. It has Nomita's name on it. And we also found that Nomita got angry because the letter came 3 days ago and Ajit didn't inform her about the letter. He just opened and read the letter and twisted and crumpled it and put in his pocket and never say anything about the letter to Nomita. And Nomita became very angry because she knew this happening is not done by mistake. It's a deliberate thing. That much we have finished. And let's go to the next part of the story. Ajit's nature is exactly like that. അപ്പോൾ ഇത് മനഃപൂർവ്വം അജിത്ത് ചെയ്തതാണ് എന്നാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അജിത്തിൻ്റെ നേച്ചർ ഇങ്ങനെ തന്നെയാണ്. അജിത്ത് കൃത്യമായിട്ട് ഇങ്ങനെയാണ് എല്ലായ്പ്പോഴും പെരുമാറാറുള്ളത് എന്നാണ് നൊമിതയുടെ ഒപ്പീനിയൻ. Somehow he has gained possession of the key to the letter box, fishing it through the gaps among the 52 hands of this joint family. And whenever there is a letter with Nomita's name on the envelope, he opens and reads it first, and only then does he give it to her. It's possible that oftentimes he doesn't give it to her at all. At least that's the suspicion that has taken deep roots in Nomita's mind. So അജിത്തിൻ്റെ നേച്ചർ ഇങ്ങനെ തന്നെയാണ്, എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത്. കാരണം അയാളുടെ രീതി കണ്ടാൽ നമുക്കത് മനസ്സിലാകും. Somehow he has gained possession of the key to the letter box. അയാൾ എങ്ങനെയോ ലെറ്റർ ബോക്സിൻ്റെ കീ കൈക്കലാക്കിയിട്ടുണ്ട്. Fishing it through the gaps among the 52 hands of this joint family. ആ ജോയിൻറ്റ് ഫാമിലിയിലെ 52 ഹാൻഡ്സിൻ്റെ ഗ്യാപ്സിലൂടെ അയാളത് എങ്ങനെയോ കൈക്കലാക്കിയിരിക്കുന്നു. ഫിഷിങ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് എമംഗ് ദ 52 ഹാൻഡ്സ് ഓഫ് ദിസ് ജോയിൻറ്റ് ഫാമിലി. അപ്പോൾ ഈ 52 ഹാൻഡ്സ് എന്നൊക്കെ സൂചിപ്പിക്കുന്നത് അതൊരു വലിയ ഫാമിലിയാണ്, ജോയിൻറ്റ് ഫാമിലി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി അംഗങ്ങളുള്ളതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നിരിക്കുന്നത്, അല്ലാതെ എക്സാക്റ്റ് നമ്പർ പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ ഇത്രയും അംഗങ്ങളുള്ള, ഒരുപാട് അംഗങ്ങളുള്ള ഈ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് എന്തൊക്കെയോ തന്ത്രങ്ങൾ പ്രയോഗിച്ച് അയാൾ ലെറ്റർ ബോക്സിൻ്റെ കീ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലെറ്റർ ബോക്സ് ഇത്രയും മെമ്പേഴ്സ് അധികമുള്ള ഒരു ഫാമിലി ആകുമ്പോഴത്തേക്കും അവിടെ ഉള്ള ലെറ്റർ ബോക്സിൻ്റെ കീ ആരുടെയെങ്കിലും ഒരാളുടെ കൈവശമായിരിക്കുമല്ലോ. അത് ആരുടെ കയ്യിലാണോ ഉണ്ടായിരുന്നത് അവരിൽ നിന്നൊക്കെ എങ്ങനെയോ അത് അജിത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു. And whenever there is a letter with Nomita's name on the envelope, he opens and reads it first, and only then does he give it to her. അപ്പോൾ അയാളത് കൈവശപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ്? നൊമിതയ്ക്ക് വരുന്ന കത്തുകൾക്ക് വേണ്ടിയിട്ടാണ്. Whenever there is a letter with Nomita's name on the envelope, നൊമിതയുടെ പേര് അഡ്രസ്സ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കവറിൻ്റെ പുറത്ത് നൊമിതയുടെ പേരുള്ളൊരു കത്ത് വന്നു കഴിഞ്ഞാൽ he opens and reads it first. അയാൾ തന്നെ ആദ്യം അത് പൊട്ടിച്ചു വായിക്കും. ആൻഡ് ഓൺലി ദെൻ ഡസ് ഹി ഗിവ് ഇറ്റ് ടു ഹെർ. അതിനുശേഷം മാത്രമായിരിക്കും, ഓൺലി ദെൻ, അതിനുശേഷം മാത്രമേ ഡസ് ഹി ഗിവ് ഇറ്റ് ടു ഹെർ, അത് അവൾക്ക് കൊടുക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ നൊമിതയ്ക്ക് കത്ത് വന്നു കഴിഞ്ഞാൽ അത് നേരിട്ട് നൊമിതയുടെ കയ്യിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ലെറ്റർ ബോക്സിൻ്റെ കീ അയാൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കത്ത് അയാളുടെ കയ്യിലാണ് എത്തുക. അങ്ങനെ നൊമിതയ്ക്ക് അഡ്രസ്സ് ചെയ്തിരിക്കുന്ന കത്ത് കണ്ടാൽ അയാളത് പൊട്ടിച്ചു വായിക്കും, എന്നിട്ട് മാത്രമേ അത് അവൾക്ക് കൈമാറാറുള്ളൂ. ഇറ്റ്സ് പോസിബിൾ ദാറ്റ് ഓഫൻ ടൈംസ് ഹി ഡസൻറ്റ് ഗിവ് ഇറ്റ് ടു ഹെർ അറ്റ് ഓൾ. പിന്നെ
മറ്റൊരു ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഹി ഡസൻറ്റ് ഗിവ് ഇറ്റ് ടു ഹെർ അറ്റ് ഓൾ. ചിലപ്പോഴൊന്നും കത്ത് കൊടുക്കുക തന്നെ ഇല്ല. പൊട്ടിച്ചു വായിച്ചിട്ട് തോന്നുവാണെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ അത് കൊടുക്കാതിരുന്നാലും ആയി. അറ്റ്ലീസ്റ്റ് ദാറ്റ്സ് ദ സസ്പിഷൻ ദാറ്റ് ഹാസ് ടേക്കൺ ഡീപ്പ് റൂട്ട്സ് ഇൻ നൊമിതാസ് മൈൻഡ്. അപ്പോൾ എന്തായാലും നൊമിത ഇങ്ങനെ ഇയാൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് സംശയിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. കത്ത് വരുമ്പോഴൊക്കെ ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് നൊമിതയുടെ മനസ്സിൽ ഇയാളിത് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന സംശയം വേരോടിയിരിക്കുന്നത്. ഈവൻ ദോ ടു ദിസ് ഡേ അജിത് cannot truthfully make the claim that he has been able to discover any letter in the slightest degree suspicious. അപ്പോൾ ഇങ്ങനെ കത്ത് പൊട്ടിച്ചു വായിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ വളരെ ഡൗട്ട്ഫുൾ ആണെന്നാണല്ലോ. നൊമിതയ്ക്ക് വരുന്ന കത്തുകളുടെ കാര്യത്തിൽ അയാൾ സംശയാലു ആയതുകൊണ്ടല്ലേ പൊട്ടിച്ചു വായിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ടു ദിസ് ഡേ, ഇന്ന് വരെ ഇത്രയും കാലമായിട്ട് പൊട്ടിച്ചു വായിച്ചിട്ടും അജിത് cannot truthfully make the claim. അജിത്തിന് സത്യസന്ധമായിട്ട് ഇങ്ങനെ ഒരു വാദം ഉയർത്താൻ പറ്റില്ല ദാറ്റ് ഹീ ഹാസ് ബീൻ ഏബിൾ ടു ഡിസ്കവർ എനി ലെറ്റർ ഇൻ ദ സ്ലൈറ്റസ്റ്റ് ഡിഗ്രി സസ്പിഷ്യസ്. അയാൾക്ക് നേരിയ ഒരു സംശയമെങ്കിലും തോന്നുന്ന വിധത്തിലുള്ള, അതായത് അയാൾക്ക് സംശയകരമായിട്ട് തോന്നുന്ന ഒരു കത്ത് പോലും ഇതുവരെയും എത്തിയിട്ടുണ്ട് എന്ന് അയാൾക്ക് പറയാൻ പറ്റില്ല. മീൻസ് ഇത്രയും കാലമായിട്ട് അയാൾ കത്ത് പൊട്ടിച്ച് വായിക്കാൻ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അയാൾക്ക് സംശയം തോന്നുന്ന വിധത്തിലുള്ള ഒരു കത്തും വന്നിട്ടില്ല. നൊമിതയ്ക്ക് വരുന്നതൊക്കെ വളരെ നോർമലായിട്ടുള്ള ലെറ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് സംശയിക്കേണ്ട കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റിൽ ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് ഓൺസ് ഗോ. പക്ഷേ ഇപ്പോഴും അയാളുടെ അഗ്ലി ഹാബിറ്റ് മാറിയിട്ടില്ല. അതായത് അയാൾ സംശയം കൊണ്ട് ആ കത്തൊക്കെ പൊട്ടിച്ച് വായിക്കുമ്പം അതിനകത്തുനിന്ന് സംശയകരമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾ പിന്നെയും സംശയിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ അയാൾക്ക് സംശയകരമായിട്ട് തോന്നുന്നതൊന്നും തന്നെ നൊമിതയ്ക്ക് വരുന്ന ഒരു കത്തുകളിൽ നിന്നും അയാൾക്ക് കിട്ടിയിട്ടില്ല. എന്നാലും അയാളുടെ ഈ വൃത്തികെട്ട ശീലം, മറ്റൊരാളുടെ കത്ത് പൊട്ടിച്ച് വായിക്കുക എന്ന് പറയുന്ന ആ വൃത്തികെട്ട ശീലം മാറിയിട്ടേ ഇല്ല. അങ്ങനെ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നൊമിത ഒത്തിരി ശ്രമിച്ചു നോക്കി. ആ പരിശ്രമം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് തുടർന്ന് അങ്ങോട്ട് പറയുന്നത്. നോട്ട് വിത്ത് നൊമിതാസ് ആങ്കർ, നോട്ട് വിത്ത് ഹെർ ടേക്കിംഗ് ഓഫൻസ്, നോട്ട് വിത്ത് ബിറ്റർ റിപ്രോച്ചസ്, ഹെർ ട്രൈങ് ടു ഷെയിം ഹിം, സർക്കാസം, നോട്ട് വിത്ത് എനിത്തിങ്. എന്തൊക്കെ നൊമിത ശ്രമിച്ചു നോക്കിയത്? ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് ഓൺ ടു ഗോ വിത്ത് നൊമിതാസ് ആങ്കർ. നൊമിത ദേഷ്യപ്പെട്ടു നോക്കി. നോട്ട് വിത്ത് ഹെർ ടേക്കിംഗ് ഓഫൻസ്, അയാളെ ഇങ്ങനെ എതിർക്കാൻ ശ്രമിച്ചു നോക്കി. നോട്ട് വിത്ത് ബിറ്റർ റിപ്രോച്ചസ്, ഒത്തിരി കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തി നോക്കി. ഹെർ ട്രൈങ് ടു ഷെയിം ഹിം, അയാളെ നാണം കെടുത്താനായിട്ട് അയാൾക്ക് ലജ്ജ തോന്നുന്ന വിധത്തിൽ സംസാരിച്ചു. ആൻഡ് സർക്കാസം, പരിഹാസമൊക്കെ പ്രയോഗിച്ചു നോക്കി. ഇങ്ങനെയൊക്കെ എന്തെല്ലാം അടവുകൾ പ്രയോഗിച്ചിട്ടും നോട്ട് വിത്ത് എനിത്തിങ്, ഇതൊന്നും കൊണ്ട് തന്നെ അയാളുടെ ഈ വൃത്തികെട്ട ശീലം മാറ്റിയെടുക്കാൻ നൊമിതയ്ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ മറ്റൊരാളുടെ പേഴ്സണൽ ലെറ്റർ പൊട്ടിച്ച് വായിക്കുക എന്ന വളരെ മോശമായിട്ടുള്ള ഈ ഒരു ശീലത്തിൽ നിന്ന് അയാളെ മാറ്റാനായിട്ട് നൊമിത അവൾക്കറിയുന്ന വിധത്തിലുള്ള എല്ലാ അടവുകളും പ്രയോഗിച്ച് നോക്കി. അവൾ ദേഷ്യത്തിൽ പറഞ്ഞു നോക്കി, അപേക്ഷിച്ച് നോക്കി, അല്ലെങ്കിൽ അയാളെ പരിഹസിച്ച് നോക്കി, അയാളോട് മറ്റൊരാളുടെ കത്ത് പൊട്ടിച്ച് വായിക്കുന്നത് നാണക്കേടല്ലേ എന്നൊക്കെ ചോദിച്ചൊക്കെ അയാളെ കുറ്റപ്പെടുത്തി നോക്കി. ഇങ്ങനെ എന്തൊക്കെ പ്രയോഗിച്ച് നോക്കിയിട്ടും അയാളെ ആ ശീലത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നൊമിതയ്ക്ക് കഴിഞ്ഞില്ല. ഇഫ് ഷി മെൻഷൻസ് ഇറ്റ് ഫസ്റ്റ് ഹി ട്രൈസ് ടു ലോഫ് ഇറ്റ് അവേ. And if laughter doesn't get him out of deep water, he scolds her. അങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഇഫ് ഷി മെൻഷൻസ് ഇറ്റ്, അവളത് സൂചിപ്പിക്കുമ്പോഴെല്ലാം ഫസ്റ്റ് ഹി ട്രൈസ് ടു ലോഫ് ഇറ്റ് അവേ. അയാൾ വളരെ നിസ്സാരമായിട്ട് ഈ വിഷയത്തെ ചിരിച്ചു തള്ളാനാണ് ആദ്യം ശ്രമിക്കുക. അപ്പോൾ അയാളുടെ ഈ ഒരു ശീലം നല്ലതല്ല എന്ന് നൊമിത സൂചിപ്പിക്കുമ്പോഴെല്ലാം, അങ്ങനൊരു സംഭാഷണം ഉണ്ടാകുമ്പോഴെല്ലാം അത് കേട്ടാൽ ഉടനെ അയാൾ ആദ്യം ചെയ്യുക ഇതിനെ വളരെ നിസ്സാരമായിട്ട് ചിരിച്ചു തള്ളിക്കളയലാണ്. ആൻഡ് ഇഫ് laughter doesn't get him out of deep water, he scolds her. എന്നിട്ട് ഇങ്ങനെ ചിരിച്ച് തള്ളിക്കളയാൻ ശ്രമിച്ചാലും, അതിൽ പരിഹാസം പ്രകടിപ്പിച്ച് അതിനെ തള്ളിക്കളയാൻ ശ്രമിച്ചാലും, if there is no chance to get him out of deep water in ഗ്രേറ്റ് ഡിഫിക്കൽട്ടി, ആ ഒരു പ്രയാസത്തിൽ നിന്ന് കരകയറാൻ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് കഴിയുന്നില്ല എങ്കിൽ, അതായത് പ്രശ്നം കൂടുതൽ വഷളാകുകയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹി സ്കോൾഡ്സ് ഹെർ. അയാൾ പിന്നെ എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് മൂവ് ചെയ്യും.
നൊമിതയെ വഴക്ക് പറയും. അപ്പോൾ ആദ്യം അയാളത് വളരെ നിസ്സാരമായിട്ട് ചിരിച്ച് തള്ളിക്കളയാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾ നൊമിതയെ വഴക്ക് പറയുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നൊമിത പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. അങ്ങനെ ഈ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് അജിത്ത് എല്ലായ്പ്പോഴും ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും അവൾ പറയുന്ന രീതിയിൽ അയാൾ അതിനെ ഉപേക്ഷിക്കാൻ, ആ ഒരു ദുശീലത്തെ ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറായതേ ഇല്ല. ഷി സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കത്ത്, എഴുതിയിരിക്കുന്ന ഒരു കത്ത്, നൊമിതയ്ക്ക് അഡ്രസ്സ് ചെയ്തു വന്നിരിക്കുന്ന ആ ഒരു കത്ത് എന്താണ് എന്ന് അറിയണമല്ലോ. സോ ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ്. അവൾ ഒരു നിമിഷം ഇങ്ങനെ ശാന്തമായിട്ടിരുന്നു. ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ. എന്നിട്ട് കത്തിൻ്റെ കണ്ടൻറ് എന്താണ് എന്ന് വായിക്കാനായിട്ട് ശ്രമിച്ചു. ഇറ്റ്സ് നത്തിങ് മച്ച്, എ ലെറ്റർ ഫ്രം നൊമിതാസ് മദർ. അത് മറ്റൊന്നുമല്ല, അവൾക്ക് അഡ്രസ്സ് ചെയ്തു വന്നിരിക്കുന്ന ആ കത്ത് അയച്ചിരിക്കുന്നത് അവളുടെ അമ്മയാണ്. അമ്മയുടെ കത്താണത്. അപ്പോൾ ഇനി അമ്മയുടെ കത്തിനകത്ത് എന്താ വിശേഷമുള്ളത്? ഇറ്റ്സ് ഹെർ സ്റ്റാൻഡേർഡ് സ്പീച്ച്. The good woman has once again placed on the record the news of her various hardships and complaints getting worse. Misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. Of course, she does not dread that eventuality. Her daughter is a queen, her son-in-law high-minded, large-hearted. Therefore, etc. etc. സോ അമ്മയുടെ കത്തിനകത്ത് എന്താ ഉള്ള കണ്ടൻറ്റ്? ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ, അമ്മയുടെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് അമ്മ അതിനകത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് സ്പീച്ച്. ദ ഗുഡ് വുമൻ ഹാസ് വൺസ് അഗൈൻ പ്ലേസ്ഡ് ഓൺ ദ റെക്കോർഡ് ദ ന്യൂസ് ഓഫ് ഹെർ വേരിയസ് ഹാർഡ്ഷിപ്സ് ആൻഡ് കംപ്ലൈൻറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്. അമ്മ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ പ്രയാസങ്ങളൊക്കെയാണ്. അവരുടെ ഈ പ്രയാസങ്ങൾ, വേരിയസ് ഹാർഡ്ഷിപ്സ്, ഒത്തിരി ദുരിതങ്ങൾ, ആൻഡ് കംപ്ലൈൻറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്, അവരുടെ കണ്ടീഷൻ വളരെ മോശമായിട്ട് വരുന്നത്, അവരുടെ ചുറ്റുപാടുകൾ മോശമായി വരുന്നതിനെ കുറിച്ചുള്ള ഒരു രേഖപ്പെടുത്തലാണത്. മിസ്ഫോർച്യൂൺ അപ്പോൺ മിസ്ഫോർച്യൂൺ, ദുരന്തത്തിന് മേൽ ദുരന്തം എന്നാണ് പറയുന്നത്. ദ സീലിംഗ് ഓഫ് ഹെർ റൂം ഈസ് ക്രാക്ഡ് ആൻഡ് റെയിൻ വാട്ടർ ഫോൾസ് ത്രൂ ഇൻ സീസ്ലെസ് സ്ട്രീംസ്. അമ്മ പറയുന്നത് അമ്മയുടെ വീടിൻ്റെ മേൽക്കൂരയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് മഴ പെയ്തു കഴിഞ്ഞാൽ അളവില്ലാത്ത തോതിൽ മഴവെള്ളം താഴേക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക്, അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും പുറത്തു പോകാതെ വീട്ടിൻ്റെ ഉള്ളിൽ വീണ് നിറയുന്ന ഒരവസ്ഥയാണുള്ളത്. അത്രമേൽ തകർന്നു പോയിരിക്കുന്നു വീടിൻ്റെ റൂഫ്. ആൻഡ് ഇഫ് ദിസ് ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെമഡീഡ്, അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാകുക? ഇഫ് ദിസ് ഇസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി റെമഡീഡ്, അത് പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ ഷി വിൽ ഹാവ് ടു ഡൈ ക്രഷ്ഡ് അണ്ടർ ദ വെയ്റ്റ് ഓഫ് എ കൊളാപ്സ്ഡ് റൂഫ്. ഇതെല്ലാം കൂടി തകർന്ന് താഴെ വീണ് അതിനടിയിൽപ്പെട്ട് അമ്മ മരിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക എന്ന പരിതാപകരമായ കണ്ടീഷനാണ് അമ്മ കത്തിൽ എഴുതി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തൻ്റെ ദുരന്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് അമ്മ മകളെ അറിയിക്കാനായിട്ട് എഴുതിയിരിക്കുന്ന കത്താണത്. വീട് ചോർന്നൊലിക്കുകയാണെന്നും അത് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഇതെല്ലാം കൂടി പൊളിഞ്ഞ് തലയിൽ വീണ് മരിച്ചു പോകും എന്നുമൊക്കെയാണ് അമ്മ എഴുതുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഷി ഡസ് നോട്ട് ഡ്രെഡ് ദാറ്റ് ഇവൻച്വാലിറ്റി. പക്ഷെ അമ്മ ഒന്നുകൂടി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഷീ ഡസ് നോട്ട് ഡ്രെഡ്, അവർ ഭയക്കുന്നില്ല ദാറ്റ് ഇവൻച്വാലിറ്റി. അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റിയെ അമ്മ ഭയക്കുന്നില്ല. വീട് ഇടിഞ്ഞ് തലയിൽ വീണ് മരിച്ചു പോകുന്ന ആ ഒരു സാധ്യതയെ അമ്മ ഭയക്കുന്നില്ല. കാരണം എന്താ? ഹർ ഡോട്ടർ ഇസ് എ ക്യൂൻ, ഹെർ സൺ-ഇൻ-ലോ ഹൈ-മൈൻഡഡ്, ലാർജ്-ഹാർട്ടഡ്. എന്തുകൊണ്ടാണത്? ബിക്കോസ് അവരുടെ മകള് ഇസ് എ ക്യൂൻ, രാജ്ഞിയെ പോലെയാണ്, ഒരു റാണിയായിട്ട് കഴിയുകയാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഒരു 3 സ്റ്റോറിയുടെ ബിൽഡിങ്ങിലാണ് നൊമിത താമസിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഒത്തിരി സാമ്പത്തിക ശേഷിയുള്ളൊരു കുടുംബത്തിലാണ് അവൾ കഴിയുന്നത്. പിന്നെ ഈ അമ്മയെ സംബന്ധിച്ച് ഹെർ സൺ-ഇൻ-ലോ, മരുമകനാണെങ്കിലോ ഹൈ-മൈൻഡഡ് ആൻഡ് ലാർജ്-ഹാർട്ടഡ്, വളരെ ഉന്നത ചിന്താഗതിയുള്ളവനും വിശാല ഹൃദയനുമൊക്കെയായ ഒരു മരുമകനാണ് അമ്മയ്ക്കുള്ളത്. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പിന്നെ അമ്മ വീട് പൊളിഞ്ഞു വീണ് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ? അതുകൊണ്ട് അമ്മ പറയണത് അങ്ങനത്തെ ഭയമൊന്നും എനിക്കില്ല, കാരണം എൻ്റെ മകളൊരു റാണിയെപ്പോലെ കഴിയാണ്, എൻ്റെ മരുമകൻ വളരെ വിശാല ഹൃദയനും ഉന്നത ചിന്താഗതിയുള്ളവനും ഒക്കെയാണ്. ദെർഫോർ എക്സെട്ര എക്സെട്ര. അതുകൊണ്ട് അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അമ്മ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഇത്രയും സൗകര്യത്തിൽ ജീവിക്കുന്ന ഒരു മകളും മരുമകനും ഒക്കെ ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അമ്മയെ
ഇങ്ങനെ വീട് പൊളിഞ്ഞു വീണ് മരിച്ചു പോകാനൊന്നും വിട്ടുകൊടുക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളാണ് കത്തിനകത്ത് അമ്മ പങ്കുവച്ചിരിക്കുന്നത്. ആൻ ഇൻഡിജന്റ് വിഡോ വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ she was successful in consigning her daughter to a wealthy family's house on the strength of looks alone. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter, and she has been finding such opportunities all along. ഇനി ഈ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ an indigent widow, എക്സ്ട്രീംലി പുവർ ആയിട്ടുള്ള, അങ്ങേയറ്റം ദരിദ്രയായിട്ടുള്ള ഒരു വിധവയാണവർ. വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, അതായത് അവരെ സംരക്ഷിക്കുന്നതിന് ഭർത്താവോ അല്ലെങ്കിൽ ഒരു മകനോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ദരിദ്രമായ അവസ്ഥയിൽ കഴിയുന്ന ഒരമ്മയാണത്. ആ അമ്മ വാസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹർ ഡോട്ടർ ടു എ വെൽത്തി ഫാമിലീസ് ഹൗസ്. അവരുടെ മകളെ, ദരിദ്രമായ ചുറ്റുപാടുകളിൽ വളർന്നു വന്ന അവരുടെ മകളെ ആ ദാരിദ്ര്യത്തിനിടയിലും ഒരു വെൽത്തി ഫാമിലിയിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ലുക്സ് അലോൺ, അവളുടെ സൗന്ദര്യത്തിൻ്റെ ബലത്തിൽ. അപ്പോൾ നൊമിതയ്ക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത് അവളുടെ സൗന്ദര്യം മാത്രമാണ്. അവൾ തീരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നൊരു പെൺകുട്ടിയാണ്. എങ്കിൽ കൂടി സുന്ദരിയായിരിക്കുന്ന അവളെ ഒരു സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ അമ്മ സന്തോഷവതിയാണ്. But the good lady has never stopped taking credit at the slightest opportunity for her skill in the matter. പക്ഷെ നമ്മുടെ ഈ അമ്മയുണ്ടല്ലോ, ഈ പാവ അമ്മ ഹാസ് നെവർ സ്റ്റോപ്ഡ് ടേക്കിംഗ് ക്രെഡിറ്റ്. തൻ്റെ ആ ഒരു കഴിവിനെ എപ്പോഴും ഉയർത്തിക്കാട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്ത് കഴിവാണ്? ദരിദ്രമായിട്ട് അവസ്ഥയിൽ ആയിരുന്നു എങ്കിലും ഏറ്റവും പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നുള്ള പെൺകുട്ടിയായിരുന്നെങ്കിൽ കൂടി എൻ്റെ മകളെ എനിക്ക് സാമ്പത്തിക ശേഷിയുള്ള, സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ അമ്മ അഭിമാനം കൊള്ളുന്നുണ്ട്. അത് ഷി ഹാസ് നെവർ സ്റ്റോപ്ഡ് ടേക്കിംഗ് ക്രെഡിറ്റ്. അതിൻ്റെ ഒരു അഭിമാനം, പൊങ്ങച്ചം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് അമ്മ ഒരിക്കലും അവസാനിപ്പിച്ചിരുന്നില്ല. അറ്റ് ദ സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഹെർ സ്കിൽ ഇൻ ദ മാറ്റർ. ഒരു ചെറിയ സന്ദർഭം കിട്ടിയാൽ മതി, ഇതിനെക്കുറിച്ച്, മകൾക്ക് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് പുകഴ്ത്തി പറയാനുള്ള ഒരു നേരിയ സന്ദർഭം പോലും പാഴാക്കി കളയാതെ ആ സൗഭാഗ്യത്തിലേക്ക് മകളെ എത്തിക്കാൻ തനിക്ക് കഴിഞ്ഞു എന്നത് അമ്മ എപ്പോഴും അഭിമാനപൂർവ്വം മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിച്ചിരുന്നു. ആൻഡ് ഷി ഹാസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ അലോങ്. മാത്രമല്ല അമ്മ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയാണ് ചെയ്തിരുന്നത്. അതായത് മകൾ ഇങ്ങനെ നല്ല അവസ്ഥയിൽ ജീവിക്കുന്നു, അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കഴിയുന്നത്, ദരിദ്രമായ അവസ്ഥയിലാണ് ഞാൻ കഴിയുന്നതെങ്കിലും എൻ്റെ സുന്ദരിയായ മകളെ നല്ലൊരു കുടുംബത്തിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന ആ അഭിമാനം, ഒരുതരം പൊങ്ങച്ചം പറയുന്ന, ഒരു ആത്മസംതൃപ്തി കിട്ടുന്ന ആ ഒരു പ്രകടനം നടത്തുന്നതിന് കിട്ടുന്ന സന്ദർഭം ഒന്നും ഒഴിവാക്കി കളഞ്ഞില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള സന്ദർഭം പറ്റുമെങ്കിൽ അമ്മ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത് എല്ലാവരോടും ഇത് പറയുമായിരുന്നു. അപ്പോൾ മകളെക്കുറിച്ച് പറയുമ്പോൾ അമ്മയ്ക്ക് 100 നാവാണ്. Whenever Ajit sees a new letter from Nomita's mother, he smiles derisively and says, "Why bother to read that? I'll go and fill out money order form." പക്ഷേ അമ്മ ഈ കത്തിനകത്ത് സൂചിപ്പിച്ച ഹൈ മൈൻഡഡായ, ലാർജ് ഹാർട്ടഡായ ആ സൺ-ഇൻ-ലോ ഉണ്ടല്ലോ, അമ്മയുടെ ആ മരുമകൻ, ആ മരുമകൻ്റെ മുഖം എന്താണ് എന്നാണ് നമ്മളിനി കാണുന്നത്. Whenever Ajit sees a new letter from Nomita's mother, നൊമിതയുടെ അമ്മയുടെ അടുത്തുനിന്ന് വരുന്ന ഒരു പുതിയ ലെറ്റർ കാണുമ്പോഴെല്ലാം അജിത്ത് സ്മൈൽസ് ഡിറൈസീവ്ലി ആൻഡ് സേസ്, അജിത്ത് ഒരു പരിഹാസ ചിരിച്ചിരിക്കുന്നു. എന്നിട്ട് പറയും, "Why bother to read that?" അതെന്തിനു വായിക്കണം? "I'll go and fill out a money order form." ചുമ്മാ കത്ത് വായിച്ച് സമയം പാഴാക്കി കളയുന്ന എന്തിനാ, ഞാൻ പോയി ഒരു മണി ഓർഡർ ഫോം ഫില്ല് ചെയ്താൽ പോരെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അമ്മയുടെ കത്ത് വരുന്നത് പണം ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും. വെറുതെ എന്തിന് കത്ത് വായിച്ച് സമയം പാഴാക്കി കളയണം? പണം ചോദിച്ചുള്ള കത്തായിരിക്കും. അമ്മയുടെ കത്ത് വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അത് വായിക്കാനൊന്നും മെനക്കെടണ്ട. ആ സമയത്ത് പോയൊരു മണി ഓർഡർ ഫോം ഫില്ല് ചെയ്ത് കുറച്ച് പൈസ അയച്ചു കൊടുത്താൽ മതി, അതിനായിരിക്കും അവർ കത്തെഴുതിയിട്ടുണ്ടാകുക എന്ന ഒരു പരിഹാസമാണ് അജിത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക. Nomita's head hangs low with the shame and the insult of it. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു അഭിപ്രായം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പം Nomita's head hangs low, നൊമിതയുടെ ശിരസ് കുനിഞ്ഞു പോകും. ദ ഷെയിം ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്, ആ ഒരു നാണക്കേട്, പരിഹാസം
അതിൻ്റെ കാഠിന്യം മൂലം നൊമിത ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്നു. സോ സം ടൈം എഗോ, ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ്, നൊമിത forbade her mother from writing to her on postcards. അങ്ങനെ ഇത് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്നിരിക്കെ കുറച്ച് നാൾ മുന്നേ നൊമിത ദേഷ്യവും സങ്കടവും ഒക്കെ സഹിക്കാൻ വയ്യാഞ്ഞിട്ട്, അതായത് അമ്മയുടെ കത്ത് എന്ന് പറയുമ്പോൾ അത് പണപ്പിരിവിനുള്ളൊരു മാർഗം എന്ന പരിഹാസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ പരിഹാസം സഹിക്കാഞ്ഞിട്ട് നൊമിത forbade her mother from writing to her on postcards. നൊമിത അമ്മയെ തടഞ്ഞു. എന്തിനാണ്? ഫ്രം റൈറ്റിംഗ് ടു ഹെർ ഓൺ പോസ്റ്റ് കാർഡ്സ്. സാധാരണ അമ്മ കത്തെഴുതുന്നത് ഏറ്റവും ചീപ്പസ്റ്റ് മീൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് പോസ്റ്റ് കാർഡ് ആകുമ്പം ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കിട്ടുന്ന ആശയവിനിമയ മാർഗ്ഗമാണ് പോസ്റ്റ് കാർഡിൻ്റെ. നിങ്ങൾ പോസ്റ്റ് കാർഡ് ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല. പോസ്റ്റ് കാർഡിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ളൊരു കാർഡാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ആർക്ക് വേണേലും വായിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പോസ്റ്റ് കാർഡിനകത്ത് എഴുതി അയക്കുമ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ അത് കാണാനിടയാകും. അങ്ങനെയാണെങ്കിൽ തനിക്കത് നാണക്കേടുണ്ടാക്കുന്നതാണ് എന്ന് ചിന്തിച്ചിട്ട് നൊമിത അമ്മയെ നേരത്തെ ഒരിക്കൽ തടഞ്ഞിരുന്നു ഇതിൽ നിന്ന്. പോസ്റ്റ് കാർഡിൽ കത്തെഴുതുന്ന അവസാനിപ്പിക്കാൻ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷീ തോട്ട് ദാറ്റ് ഫ്രം ദെൻ ഓൺ ഷീ വുഡ് ട്രൈ ടു സെൻഡ് ഹെർ എ ലിറ്റിൽ മണി, വാട്ട് എവർ ഷീ കുഡ് പുൾ ടുഗദർ ഇൻ സീക്രറ്റ്സ്. അപ്പോഴും നൊമിത വിചാരിക്കുന്നത് അമ്മ ഇനി പോസ്റ്റ് കാർഡിൽ എഴുതാതിരിക്കുവാണെങ്കിൽ, എൻവലപ്പിനകത്താണ് കത്ത് വരുന്നതെങ്കിൽ, അപ്പോൾ മുതൽ അമ്മ ഇങ്ങനെ പണം ആവശ്യപ്പെടുമ്പോൾ ആരും അറിയാതെ നൊമിതയ്ക്ക് കുറച്ച് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന പണം ഹസ്ബൻഡിൻ്റെ അടുത്തു നിന്നോ ഇപ്പോൾ സാധനം വാങ്ങിയിട്ട് ബാലൻസ് കിട്ടുന്നതോ അങ്ങനെയൊക്കെ അവൾക്ക് രഹസ്യമായിട്ട് സ്വരൂപിച്ച് വെക്കാൻ പറ്റുന്ന ചെറിയൊരു തുകയെങ്കിലും അവൾക്കങ്ങനെ ഒരുമിച്ച് കൂട്ടി വെക്കാൻ പറ്റുന്ന, രഹസ്യമായിട്ട് കൂട്ടി വെക്കാൻ പറ്റുന്ന ഒരു തുകയെങ്കിലും അമ്മയ്ക്ക് അയച്ചു കൊടുക്കാം എന്നാണ് നൊമിത കരുതിയിരുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ പോസ്റ്റ് കാർഡിൽ എഴുതുമ്പോഴല്ലേ ഇതെല്ലാവരും കാണുന്നത്. കത്ത് എൻവലപ്പിനുള്ളിലാണെങ്കിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് ആരും അറിയുന്നില്ലല്ലോ. അപ്പോൾ അമ്മ പണം ചോദിച്ചിരിക്കുന്നതിനെക്കുറിച്ച് ആരും അറിയുകയില്ല. അവൾക്ക് രഹസ്യമായിട്ട് അവളുടെ കൈവശമുള്ള ചെറിയ തുകയെങ്കിലും അമ്മയ്ക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം. സോ ദിസ് വാസ് വാട്ട്സ് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. പക്ഷെ അങ്ങനെയൊക്കെയാണ് അവൾ ചിന്തിച്ചിരുന്നതെങ്കിലും ദിസ് വാസ് വാട്ട് കെയിം ഓഫ് ലെറ്റേഴ്സ് ഇൻ എൻവലപ്സ് ടു. കവറിൽ വന്ന കത്തുകളുടെ അവസ്ഥയും ദാ കണ്ടോ ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്, രഹസ്യമാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എൻവലപ്പിൽ തന്നെ കത്തെഴുതണമെന്ന് അമ്മയോട് നിർബന്ധം പിടിച്ചത്. പക്ഷേ എൻവലപ്പിൽ എഴുതുന്ന കത്തിൻ്റെ അവസ്ഥയും ഇപ്പോൾ ഇങ്ങനെയാണ്. എന്ത് ചെയ്യും? മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കവറിനകത്താക്കി കഴിഞ്ഞപ്പോഴും അജിത്ത് തീർച്ചയായിട്ടും അത് പൊട്ടിച്ച് വായിച്ചു നോക്കും. അപ്പോൾ അജിത്ത് അറിയാതെ അമ്മയുടെ ആവശ്യത്തിന് കുറച്ചെങ്കിലും പണം കൊടുത്ത് സഹായിക്കാൻ കഴിയുന്നൊരു സാഹചര്യത്തിലല്ല ഇപ്പോൾ നൊമിത ഉള്ളത്. സോ നമുക്ക് ഇന്ന് അത്രയും കൊണ്ട് ഫിനിഷ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.